എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് സിജോ വർഗീസ്, എക്സൈസ് ഇൻസ്പെക്ടർ. ഇന്ന് ജൂൺ 26, അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനം. നമ്മുടെ സമൂഹത്തെ ഇന്ന് ഏറ്റവും അധികം കടന്നാക്രമിക്കുന്ന മാരക വിപത്തായ ലഹരിമരുന്ന് വസ്തുക്കളുടെ ഉപയോഗം, വ്യാപനം എന്നിവ തടയുക എന്ന ഉദ്ദേശത്തോടെ 1986 മുതൽ എല്ലാ വർഷവും ലോകമെമ്പാടും ജൂൺ 26 ലഹരിവിരുദ്ധ ദിനമായിട്ട് ആചരിച്ചു വരുന്നു. ഈ വർഷത്തെ ഈ ദിനത്തിന്റെ ഒഫീഷ്യൽ തീം എന്ന് പറയുന്നത് ബ്രേക്കിംഗ് ദ ചെയിൻ, പ്രിവെൻഷൻ, ട്രീറ്റ്മെന്റ് ആൻഡ് റിക്കവറി ഫോർ ഓൾ എന്നതാണ്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട നിരവധി അനവധി വാർത്തകളാണ് നാം ഇന്ന് പത്രമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയാസിലൂടെയും വായിച്ചറിയുക. മുൻകാലങ്ങളിൽ മയക്കുമരുന്ന് വസ്തുക്കൾ കടത്തുന്നത് പിടികൂടുന്ന വാർത്തകളാണ് നമ്മൾ വായിച്ചിരുന്നെങ്കിൽ ഇന്ന് അവയോടൊപ്പം തന്നെ ഈ മയക്കുമരുന്ന് വസ്തുക്കളുടെ ഉപയോഗം മൂലം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കൊലകളുടെ വാർത്തകൾ കൂടിയാണ് നാം വായിക്കുന്നത്. ഒരു കൊലപാതകി കൊല്ലുന്നത് ഒരാളെ അല്ലെങ്കിൽ ഏതാനും ചില വ്യക്തികളെയാണെങ്കിൽ ഒരു മയക്കുമരുന്ന് കച്ചവടക്കാരൻ ഇല്ലാതാക്കുന്നത് ഒരു സമൂഹത്തെയാണ്. ഇന്ന് നാച്ചുറൽ എന്നോ സിന്തറ്റിക് എന്നോ വ്യത്യാസമില്ലാതെ നമ്മുടെ യുവത്വം ലഹരിയുടെ പിന്നാലെ പായുകയാണ്. ഈ കഴിഞ്ഞ 10 മാസ കാലയളവിൽ എന്റെ സ്റ്റേഷൻ പരിധിയിൽ ഞങ്ങൾ കണ്ടെടുത്തിട്ടുള്ള നർക്കോട്ടിക് കേസുകളുടെ എണ്ണം 140 അതായത് പ്രതിമാസം 14-15 കേസുകളാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. ഇതിങ്ങനെ ആലങ്കാരികമായിട്ട് പറഞ്ഞതല്ല. ഇതിൽ 60% കേസുകളിലും പ്രതികളുടെ പ്രായം എന്ന് പറയുന്നത് 18-നും 25 വയസ്സിനും ഇടയിലാണ്. അതായത് നമ്മുടെ കൌമാരക്കാരും കോളേജ് വിദ്യാർത്ഥികളുമാണ് ഈ കേസുകളിൽ കൂടുതലും പ്രതികളായിട്ട് വരുന്നത്. മയക്കുമരുന്ന് വസ്തുക്കൾ സ്ഥിരമായി ഉപയോഗിക്കുന്നത് മൂലം ശാരീരികമായും മാനസികമായും നിരവധി ഭവിഷ്യത്തുകളാണ് ഒരു വ്യക്തി നേരിടേണ്ടി വരിക. ഉറക്കമില്ലായ്മ, ഡിപ്രഷൻ, സൂയിസൈഡ് അറ്റംപ്റ്റ്, അതുപോലെ മറ്റു പലതരത്തിലുള്ള ശാരീരിക അസുഖങ്ങൾ, അതായത് ഹൃദ്രോഗം മുതലായവ ഒക്കെ സ്ഥിരമായിട്ട് മയക്കുമരുന്ന് വസ്തുക്കൾ ഉപയോഗിക്കുന്ന വ്യക്തികളിൽ കണ്ടുവരുന്നു. മയക്കുമരുന്ന് വസ്തുക്കളുടെ വ്യാപനം തടയിടാനായിട്ട് വളരെ ശക്തമായ നിയമവ്യവസ്ഥയാണ് ഇന്ത്യയിലുള്ളത്. 1985 എനാക്ട് ചെയ്ത നർക്കോട്ടിക്സ്, ഡ്രഗ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് പ്രകാരം ഇന്ത്യയിൽ മയക്കുമരുന്ന് വസ്തുക്കൾ ഉപയോഗിക്കുന്നത്, കൈവശം വെക്കുന്നത്, വിൽപ്പന നടത്തുന്നത്, കടത്തുന്നത് എല്ലാം കുറ്റകരമാണ്. ഈ ആക്ട് പ്രകാരം MDMA പോലെയുള്ള രാസലഹരി വസ്തുക്കൾ 0.5 ഗ്രാം പോലും കൈവശം വെച്ചാൽ റിമാൻഡിൽ പോകുന്ന കുറ്റമാണ്. 1990കളിൽ വിഷാദരോഗമുള്ളവരെ ചികിത്സിക്കാനായിട്ട് കണ്ടുപിടിക്കപ്പെട്ട ഒരു ഡ്രഗാണ് MDMA. എന്നാൽ ഇന്നത്തെ കാലത്ത് ഇത് വളരെ വ്യാപകമായിട്ട് ദുരുപയോഗം ചെയ്തു വരുന്നു. സ്ഥിരമായിട്ട് MDMA ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് വിഷാദരോഗം, ഉറക്കമില്ലായ്മ, അയാളുടെ എല്ലുകൾ ക്ഷയിച്ചു പോകുന്നു, ദന്തക്ഷയം, അതുപോലെ സൂയിസൈഡ് അറ്റംപ്റ്റ് മുതലായ രോഗലക്ഷണങ്ങൾ സംഭവിക്കാം. എനിക്ക് കുട്ടികളോടും യുവാക്കളോടും പറയാനുള്ളത് ഇതാണ്: നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും മനോഹരമായ ഒരു സ്റ്റേജാണ്, അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു സ്റ്റേജുമാണ്. നിങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ മദ്യപിക്കുന്നതിലൂടെയോ കഞ്ചാവ് വലിച്ചോ അല്ലെങ്കിൽ MDMA ഉപയോഗിക്കുന്നതിലൂടെയോ കിട്ടുമ്പോൾ കിട്ടുന്ന നൈമിഷിക ലഹരിയല്ല യഥാർത്ഥ ലഹരി. നിങ്ങൾ നല്ല വിദ്യാഭ്യാസം നേടി നല്ല കരിയർ ബിൽഡ് ചെയ്ത് ജീവിതത്തിൽ സക്സസ് ആവുമ്പോൾ ലഭിക്കുന്ന ഒരു ലഹരി ഉണ്ടല്ലോ, അതാണ് യഥാർത്ഥ ലഹരി. സോ ഈ ലഹരിവിരുദ്ധ ദിനത്തിൽ മയക്കുമരുന്ന് വസ്തുക്കൾ ഉപയോഗിക്കുകയില്ല എന്ന ദൃഢപ്രതിജ്ഞ നമുക്കെടുക്കാം. സേ നോ ടു ഡ്രഗ്സ്, യെസ് ടു ലൈഫ്. ദിനം ദിനം നലം തരും RKG നെയ്യ്.